ഹലോ, ആമലിയ മാത്സ് ഫാക്കൾട്ടി ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കീമിന്റെ മാത്സിന്റെ പോർഷൻസിനെ പറ്റിയിട്ടും അതിന്റെ വെയിറ്റേജിനെ പറ്റിയിട്ടുമാണ്. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് കീമില് 300 മാർക്സ് അറ്റൈൻ ചെയ്യുന്നത് മാത്സിൽ നിന്നാണ്. അതായത് 75 ക്വസ്റ്റ്യൻ ഈസ് ഫ്രം മാത്തമാറ്റിക്സ്. ഓക്കെ, നമുക്കറിയാം കറക്റ്റ് ആൻസറിന് 4 മാർക്കും നെഗറ്റീവ് ആൻസേഴ്സിന് -1 മാർക്കുമാണ് നമുക്ക് കിട്ടുന്നത്. മിക്ക കുട്ടികളുടെയും ഏറ്റവും വലിയൊരു സംശയമാണ് +1 ആണോ +2 ആണോ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ആദ്യമേ തന്നെ പറയട്ടെ, രണ്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് +1നും +2നും ഈക്വൽ വെയിറ്റേജ് ആണ് +1 +2 കൊടുക്കുന്നത്. അതായത് 50% ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം +1 ആൻഡ് 50% ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം +2. സോ നമുക്ക് രണ്ടും സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. നമ്മുടെ സിലബസ് 2023 അപ്ഡേറ്റഡ് ആണ്. 2023 അപ്ഡേറ്റഡ് സിലബസ് വെച്ചിട്ടും 4 ഇയർ അനാലിസിസ് വെച്ചിട്ടുമാണ് നമ്മളിപ്പോ ഇന്ന് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ വെയിറ്റേജ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ഇന്റഗ്രൽസ്, കോണിക് സെക്ഷൻ, 3 ഡയമെൻഷണൽ ജോമെട്രി, വെക്ടർ ആൾജിബ്ര, കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ട്രിഗണോമെട്രി, application of derivatives, sequence and series and continuity and differentiability. അതായത് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതായത് ഡോണ്ട് സ്കിപ്പ് ചാപ്റ്റേഴ്സ്. നമുക്ക് ഒരിക്കൽ പോലും ഇവരെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് കീമിൽ മാർക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നമ്മുടെ 4 ഇയർ അനാലിസിസ്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ അനാലിസിസ്, അതുപോലെ തന്നെ നമ്മുടെ സിലബസ്, ഇത് രണ്ടും വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത്ര പറഞ്ഞത്. ഇതിൽ തന്നെ നമുക്കിനി ഓരോ ചാപ്റ്റേഴ്സിനും എത്ര ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് സെറ്റ്സ് ആൻഡ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ +1ലും +2ലും പഠിച്ചിട്ടുണ്ടോ? രണ്ടും നമ്മൾ ഒരൊറ്റ ടോപ്പിക് ആയിട്ടാണ് നമ്മുടെ കീമിന്റെ പ്രിഫറൻസ് വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പൊ സെറ്റ്സും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് 6 to 9 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അസ്യൂം ചെയ്യേണ്ടത്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫറൻസിയേഷനും വരും, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതും ഒരുമിച്ച് വരും. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് ഡിഫറൻഷ്യൽ കാൽക്കുലസ് വെച്ച് പറയുന്നത്. അതിന് ഏകദേശം 15 to 20 ക്വസ്റ്റ്യൻസ് ആണ് ആ പോർഷനിൽ നമുക്ക് വരുന്നത്. ദെൻ വരുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ്. ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, അതുപോലെ തന്നെ ഇന്റഗ്രേഷനിൽ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ, ഈ ഒരു 4 ടോപ്പിക്സും ഒരുമിച്ചാണ് നമ്മുടെ ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ ഒരാളുടെ നെയിമിന്റെ കീഴിൽ വരുന്നത്. ഇവർക്ക് 10 to 15 ക്വസ്റ്റ്യൻസ് ആണ് അറ്റ് എ ടൈം നമുക്ക് ചോദിക്കാനായിട്ടുള്ള ചാൻസ്. ദെൻ വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് നമ്മുടെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് 3 to 4 ക്വസ്റ്റ്യൻസും. ട്രിഗണോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ഒരൊറ്റ ലേബലിന്റെ കീഴിലാണ് ട്രിഗണോമെട്രിയും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും നമ്മൾ പോസിബിൾ ആക്കുന്നത്. അവർക്ക് 7 to 10 ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ദെൻ വരുന്നത് സ്ട്രേറ്റ് ലൈൻ ആൻഡ് കോണിക് സെക്ഷൻ, ഒരുമിച്ചാണ് ചോദിക്കുക, 13 to 15 ക്വസ്റ്റ്യൻസ്. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് 6 to 7 ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 7 to 8 ക്വസ്റ്റ്യൻസ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് 5 to 6 ക്വസ്റ്റ്യൻസ്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ പ്രോബബിലിറ്റി ഉണ്ട്, സെക്കൻഡ് ഇയർ പ്രോബബിലിറ്റി ഉണ്ട്. നമ്മൾ +1ലും +2ലും പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ്, ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ കീമിന്. അവർക്ക് നമുക്ക് 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ പോസിബിൾ ആയിട്ടുള്ളത്. ദെൻ വെക്ടർ ആൾജിബ്ര, അവർക്ക് 7 to 8, 3 ഡയമെൻഷണൽ ജോമെട്രി 7 to 8. ഇത്രയൊക്കെയാണ് നമുക്ക് ഇവരുടെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് മിസലേനിയസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതിൽ പറയാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇനിക്വാളിറ്റി ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗ്, ബൈനോമിയൽ തിയറം. ഈ 3 ചാപ്റ്റേഴ്സ് നമുക്കൊരു മിസലേനിയസ് കൺസെപ്റ്റ് പോലെയാണ് കീമിൽ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഏകദേശം 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 3 ചാപ്റ്റേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്രയധികം ചാപ്റ്റേഴ്സ് നമുക്ക് വെയിറ്റേജ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് കോണിക് സെക്ഷൻസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പോസിബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 500 എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ടെൻഷനൊക്കെ ഒഴിച്ചു വെച്ച് പഠിക്കുക. ഇതുപോലെ തന്നെ വെയിറ്റേജ് നോക്കി ചെക്ക് ചെയ്ത് പഠിക്കുക. ഒരിക്കലും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ്